സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. മീനാക്ഷിയെയും ആകാശിനെയും ഇപ്പൊ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു കാറെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം മരുമകന് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നായിരിക്കും. അതിനായിട്ട് മീനാക്ഷിയെയും ആകാശിനെയും വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ആഹാരമൊക്കെ വിളമ്പി വെച്ച് വളരെ സന്തോഷത്തോടു കൂടി അവരോട് ഭക്ഷണം കഴിക്കാനായിട്ട് പറയുന്നു. അതിനിടയിലാണ് മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നത്, മോനെ ആകാശേ, നീ എത്ര നാള് ഈ ഗോമതി സ്റ്റോഴ്സിൽ ഇങ്ങനെ ഡെലിവറി ചെയ്തും അവിടുത്തെ ജോലിയൊക്കെ ചെയ്തിങ്ങനെ നടക്കും? ഇന്നത്തെ കാലത്ത് ആരും അച്ഛന്റെ കീഴിൽ ജോലിയൊന്നും ചെയ്യില്ല. നിനക്ക് സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് അവിടെ ഒരു വിലയുണ്ടായേനെ. ഇത് കേട്ടപ്പോ മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ആകാശിന്റെ അച്ഛന്റെ കടയാണെന്നോ? അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ആ വീട്ടിലില്ല. അത് ആകാശിന് കൂടെ അവകാശപ്പെട്ട കടയാ. സ്വന്തം കടയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതില് എന്താ ഇത്ര വലിയ തെറ്റച്ച? അച്ഛൻ ഇങ്ങനെയൊന്നും ആകാശിന്റെ അടുത്ത് പറയല്ലേ. മോനെ, ഞാന് അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. ബാലന്റെ സ്വന്തം അധ്വാനത്തിലാ ഗോമതി സ്റ്റോഴ്സ് ഉണ്ടാക്കിയത്. അതുപോലെ നിനക്കും വേണ്ടേ? സ്വന്തം കാലിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാല് പിടിച്ചു നിൽക്കണ്ട മോനെ. അതുകൊണ്ടാ ഈ അച്ഛൻ പറഞ്ഞു തരുന്നേ. മോന് അച്ഛനോടൊരു വിരോധം തോന്നരുതേ. ഏയ് ഇല്ലച്ചാ, എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് നല്ലൊരു ജോലി തരക്കേടാക്കി തരാന്നാ പറഞ്ഞത്. പക്ഷേ ഒരു 10 ലക്ഷം രൂപ അവന് കൊടുക്കണം, എന്നാലേ ജോലി കിട്ടൂ. അച്ഛാ, അത്രയൊന്നും പൈസ കൊടുത്ത് ജോലിയൊന്നും വേണ്ട. ആകാശ് ഇനി എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാല് ഉറപ്പായിട്ടും അവനൊരു ജോലി കിട്ടുമല്ലോ. അങ്ങനെ എന്തെങ്കിലും നോക്കിയാൽ മതി. ഇത്രയും പൈസ കൊടുത്തിട്ടൊന്നും ആകാശിന് ജോലി വേണ്ട എന്ന് മീനാക്ഷി പറയുന്നു. എന്നാ അച്ഛൻ അതെന്ന് ഒരു പടി പോലും മാറി നിൽക്കുന്നുണ്ടായിരിക്കില്ല. മോനെ ആകാശേ, ഇത് നല്ല ജോലിയാ, അതുകൊണ്ടാ അച്ഛൻ പറയുന്നേ. അതുകൊണ്ട് മോനിത് സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കേ. അച്ഛൻ പറഞ്ഞേല് മോന് വിരോധമൊന്നും തോന്നണ്ട. ഈ ജോലിക്ക് ആളുകൾ ക്യൂ നിൽക്കുക. 10-20 ലക്ഷം കൊടുത്ത് ജോലി വാങ്ങിക്കാന് എല്ലാവരും കാത്തു നിൽക്കുക. എന്നെ അറിയാവുന്നത് കൊണ്ട് മാത്രാ ഇപ്പോഴും അയാൾ ആ ജോലിയുടെ വേക്കൻസി ആർക്കും കൊടുക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ മോനോട് പറഞ്ഞത്, മോൻ എത്രയും വേഗം ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കി കൊണ്ടുവാ, എന്നിട്ട് ആ ജോലിക്ക് കയറ്. ഇതും പറഞ്ഞ് ആകാശിനെയും മീനാക്ഷിയെയും വിടുന്നുണ്ട്. ആകാശിന്റെ മനസ്സില് ഇത് പതിഞ്ഞിരിക്കും. എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊരു ജോലി വേണമെന്ന് ആകാശിന്റെ വലിയൊരു ആഗ്രഹമാണല്ലോ. ഇത് പറ്റിയ അവസരമാണെന്ന് ആകാശ് കരുതുന്നു. അന്നത്തെ ദിവസം മീനാക്ഷിയുടെ അടുത്ത് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മീനാക്ഷിയാണെങ്കിൽ ഇതൊന്നും ഇപ്പൊ വേണ്ട, ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനൊരു ജോലിയുടെ ആവശ്യമുണ്ടോ? തരക്കേടില്ലാതെ ഇപ്പോ ഗോമതി സ്റ്റോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്, അതുപോരെ? നീ എന്താ മീനാക്ഷി പറയുന്നേ? നിനക്ക് ഒരു സാരി വാങ്ങിക്കണമെങ്കിലോ ഒരു ബാഗ് വാങ്ങിക്കണമെങ്കിലോ ഒന്നും വേണ്ട. നിന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോയി എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിച്ചു തരണമെങ്കിൽ ഞാൻ അച്ഛന്റെ മുൻപിൽ കൈ നീട്ടി നിൽക്കണം. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. അതിനെന്താ, എനിക്കിപ്പോ തരക്കേടില്ലാത്ത ജോലി ഉണ്ടല്ലോ. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനല്ലേ വലിയ നാണക്കേട്? ദേ ആകാശേ, ഈ വീട്ടില് ഒരുപാട് പ്രശ്നങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. നിനക്കറിയുന്നതല്ലേ നമ്മുടെ അനുവിന്റെ കാര്യം. അവളാ അലോഹിന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ അച്ഛന്റെ മനസ്സില് എത്രമാത്രം സങ്കടം ഉണ്ടായെന്ന് നിനക്കറിയുന്നതല്ലേ? അതൊന്നും ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും ആ സങ്കടത്തിലാ അച്ഛനും അമ്മയും ഒക്കെ നിൽക്കുന്നേ. അതുകൊണ്ട് നീ ഇപ്പോ ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാല് ഉറപ്പായിട്ടും അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. ഇങ്ങനൊരു 10 ലക്ഷം രൂപ ഒക്കെ കൊടുത്ത് എന്തിനൊരു ജോലി വാങ്ങിക്കുന്നതെന്നായിരിക്കും അച്ഛന്റെ അടുത്ത ചോദ്യം. അതുകൊണ്ട് നീ ഇതൊന്നും പറയണ്ട ആകാശേ, നീ ഒന്നും മിണ്ടാതിരിക്കെ എന്നൊക്കെ പറയുന്നു. എന്നാ ആകാശിന്റെ മനസ്സില് ആ ജോലി എങ്ങനെയെങ്കിലും മേടിക്കണം. അങ്ങനെ ഇരിക്കെയാണ് അനുവിന് കല്യാണം തീരുമാനിച്ചു വെച്ചിരുന്നതായിരുന്നല്ലോ. എന്നിട്ടാണ് അനു അലോഹിന്റെ കൂടെ ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാനായി ഒരു കാറ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിനുള്ള പൈസയും റെഡിയാക്കി ബാലൻ കൈ കരുതിയിട്ടുണ്ടായിരിക്കും. ആ പൈസ ആകാശിനെ വിളിച്ചു കൊടുക്കുന്നുണ്ട്. അത് 10 ലക്ഷം രൂപയായിരിക്കും. ആകാശിന്റെ കൈ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇത് അനുവിന് കാറ് വാങ്ങിക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ച പൈസയാ. നീ ഇത് ബാങ്കിൽ കൊണ്ടിട്. ഇനിയിപ്പോ ഇതുകൊണ്ടൊരു ആവശ്യവുമില്ല, അത് ബാങ്ക് കിടക്കട്ടെ. 10 ലക്ഷം രൂപയുണ്ട്, ഇത് നീ സൂക്ഷിച്ച് ബാങ്കിൽ കൊണ്ടിട് എന്നും പറഞ്ഞ് ആകാശിന്റെ കൈ കൊടുക്കുന്നു. അപ്പോഴൊന്നും ആകാശിന്റെ മനസ്സില് ഇങ്ങനൊരു ചിന്തയൊന്നും ഉണ്ടായിരിക്കില്ല. തനിക്ക് ഈ 10 ലക്ഷം രൂപ ചോദിച്ചു മേടിക്കാ എന്നോ അതല്ല അച്ഛനറിയാതെ പൈസ എടുക്കാമെന്നൊന്നും ആകാശിന്റെ മനസ്സിലുണ്ടായിരിക്കില്ല.
അങ്ങനെ അവിടെ നിന്ന് ആകാശ് പൈസ കൊണ്ടുപോയിടാനായി ബാങ്കിലോട്ട് പോകുന്ന വഴിക്കില് ആകാശിന്റെ മനസ്സില് ആ ദുഷിച്ച ചിന്ത വരുന്നുണ്ട്. പോകുന്ന വഴിക്കില് ബാലൻ പലതവണ പൈസയ്ക്ക് വേണ്ടി അപമാനിച്ചതും പലതവണ പൈസ ചോദിക്കാനായിട്ട് ബാലന്റെ മുൻപിൽ ചെന്നതും എല്ലാം ആകാശ് ഇങ്ങനെ ഓർക്കുന്നു. കൂട്ടത്തില് മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഇത് നല്ലൊരു ജോലിയാണ്, ആ പൈസ എങ്ങനെയെങ്കിലും എത്തിച്ചാല് ആ ജോലി കിട്ടുമെന്നും പറഞ്ഞതും ഒക്കെ ഇങ്ങനെ ആലോചിക്കാം. തന്റെ കയ്യിൽ ഇപ്പൊ 10 ലക്ഷം രൂപയുണ്ട്, ഇതെടുത്ത് അച്ഛന് കൊണ്ട് കൊടുത്താലോ എന്നായിരിക്കും ആകാശ് ചിന്തിക്കുന്നത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആ പൈസ എടുക്കാന്ന് തന്നെ ആകാശ് തീരുമാനിക്കുന്നു. രണ്ടാമതൊന്ന് ചിന്തിക്കാൻ ആകാശ് ഒരാളോട് പോലും ഒന്ന് ചോദിക്കുന്നുണ്ടായിരിക്കില്ല. മീനാക്ഷിയോട് പോലും പറയാതെയാണ് ആ പൈസ മീനാക്ഷിയുടെ അച്ഛന്റെ കയ്യിൽ കൊണ്ടുകൊടുക്ക എന്ന് തീരുമാനിക്കുന്നത്. നേരെ വണ്ടി വിടുന്നത് ബാങ്കിലോട്ടായിരിക്കില്ല, മീനാക്ഷിയുടെ വീട്ടിലോട്ടായിരിക്കും. അവിടെ എത്തുന്ന സമയത്ത് മീനാക്ഷിയുടെ അച്ഛൻ പെട്ടെന്ന് എന്താ മോനെ ഇങ്ങോട്ട് വന്നേ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അല്ലച്ചാ, അച്ഛൻ ഹോസ്പിറ്റലിൽ പോകേണ്ട സമയമായില്ലേ, അതൊക്കെ ചോദിക്കാനായിട്ട് വന്നതാ. അത് അത് ഞാൻ പൊക്കോളാം മോനെ, നീ വെറുതെ അതിനൊന്നും ബുദ്ധിമുട്ടണ്ട. ഇപ്പോ മോനെന്താ ഈ വഴിക്ക് ഇറങ്ങിയത്? ഇവിടെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു, അപ്പോ ഞാനിങ്ങോട്ട് ഇറങ്ങിയതാ. അല്ല, അമ്മ എവിടെ? അമ്മ ജോലിക്ക് പോയി. അപ്പൊ അച്ഛന് ഭക്ഷണമൊക്കെ അവളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്കെടുത്ത് കഴിച്ചാൽ മതി. എനിക്കിപ്പോ പഴയ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഞാനിപ്പോ ഓക്കെയാ. ഈ റൂമിലിരുന്ന് ആകെ മടുത്തു, അധികം പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ, ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അച്ഛൻ പറയുന്നു. എന്താ മോനെ, മോൻ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ആകാശിന്റെ അടുത്ത് മീനാക്ഷിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അത് അന്ന് അച്ഛനൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ, പറഞ്ഞിരുന്നു. ആ ജോലി വേറെ ആർക്കെങ്കിലും കൊടുത്തോ? അതിന്റെ കാര്യം പറയാനായിട്ട് ഞാൻ മോനെ വിളിക്കണമെന്ന് കരുതിയതാ. അയാൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് ജോലി മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, അത് അവർക്ക് കൊടുത്താലോ എന്നൊക്കെ. എന്നെ അറിയാവുന്നത് കൊണ്ട് മാത്രമാ ഇത്രയും സമയം തന്നത്. മോനെ, ആ പൈസ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ കൊടുക്കായിരുന്നു. അത് അച്ഛാ, ആ പൈസ കൊടുത്താല് എത്ര ദിവസം കഴിഞ്ഞിട്ടാ നമുക്ക് ജോലി കിട്ടാം? 1 മാസത്തിനുള്ളില് എന്തായാലും ജോലി കിട്ടും. അല്ലച്ചാ, ഒന്നും വിചാരിക്കരുത്, ഇത്രയും വലിയ തുക കൊടുത്ത് നമുക്ക് ജോലി കിട്ടാതിരിക്കോ? എന്റെ മോനെ, എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? മോന്റെ കാര്യത്തിന് അച്ഛൻ എങ്ങനെ സില്ലിയായിട്ട് ഓരോന്ന് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അക്കാര്യത്തിൽ മോൻ പേടിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ടും മോന് ജോലി കിട്ടിയിരിക്കും. ഉറപ്പാണല്ലോ അച്ഛാ? ആ മോനെ, ഉറപ്പാ എന്ന് മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നു. ഇതൊക്കെ കേട്ടതോടുകൂടി ആകാശിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഇത്രയും വേഗം ജോലി കിട്ടിയാൽ പിന്നെ ഈ 10 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ബാങ്കിലിടാലോ എന്നായിരിക്കും ആകാശ് കരുതുന്നത്. അങ്ങനെ ആ പൈസ അച്ഛന് നേരെ നീട്ടുന്നുണ്ട്. ഇത് കാണുന്നതും മീനാക്ഷിയുടെ അച്ഛനൊന്ന് ഞെട്ടുന്നുണ്ട്. മോനെ, ഇത്രയും വേഗം പൈസ റെഡിയായോ? ആ അച്ഛാ, ഇതില് 10 ലക്ഷം രൂപയുണ്ട്, ഇതച്ഛൻ അയാൾക്ക് കൊടുക്കണം. ഇത്രയും വേഗം എനിക്ക് ആ ജോലി കിട്ടണം എന്ന് ആകാശ് പറയുന്നു. ഇനിയിപ്പോ മോൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, 1 മാസത്തിനുള്ളില് മോന് ജോലി കിട്ടിയിരിക്കും. ഇത് കേട്ട് ഒത്തിരി സന്തോഷത്തില് ആകാശ് അച്ഛനോട് യാത്രയും പറഞ്ഞ് വീട്ടിലെത്തുന്നുണ്ട്. കുറ്റബോധം മനസ്സിലുണ്ടായിരിക്കും, അച്ഛന്റെ പൈസ അച്ഛനോട് പോലും ചോദിക്കാതെ എടുത്തു കൊടുത്തതില്. ബാലന്റെ മുഖത്ത് പോലും നോക്കാൻ ആകാശിന് കഴിയുന്നുണ്ടായിരിക്കില്ല. അപ്പോഴാണ് ബാലൻ ചോദിക്കുന്നത്, അല്ല ആകാശേ, ഇന്ന് ഞാൻ നിന്നെ ഏൽപ്പിച്ച ആ 10 ലക്ഷം രൂപ നീ ബാങ്കിൽ ഇട്ടില്ലേ എന്ന്. ഇത് കേട്ടതും ഒന്നും ഞെട്ടുന്നുണ്ട്, കള്ളം പറയുന്നുണ്ട് ആകാശ്. അതെ അച്ഛാ, ഞാൻ ബാങ്കിലിട്ടു. അച്ഛനെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അത്രയും വലിയ തുകയല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് ബാലൻ പറയുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ആകാശിന്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് നിറയുന്നുണ്ടായിരിക്കും. ഭക്ഷണം കഴിച്ച് റൂമിലോട്ട് പോകുമ്പോ ആകാശ് ഒന്നും കൂടെ അച്ഛന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. കാര്യങ്ങള് അച്ഛൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞാലോ എന്ന്. ആകാശിന്റെ സ്വഭാവത്തിലെ മാറ്റം മീനാക്ഷി ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് മീനാക്ഷിക്ക് തോന്നുന്നു. അങ്ങനെ റൂമിലോട്ട് കയറി ചെല്ലുന്നു. ആകാശിന്റെ അടുത്ത് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ ആകാശേ, നിനക്ക് എന്താ പറ്റേ? ഇന്ന് നീ ആകെ ഡിസ്റ്റർബ് ആണല്ലോ, പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല മീനാക്ഷി. പറ ആകാശേ, നിനക്ക് എന്താ പ്രശ്നം? എന്നോട് പോലും പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നം നിനക്ക് എന്നൊക്കെ മീനാക്ഷി കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്. എന്നാ ആകാശ് ഒന്നും തുറന്നു പറയാൻ കൂട്ടാക്കുന്നുണ്ടായിരിക്കില്ല. ഈ സമയത്താണ് മീനാക്ഷിയുടെ അച്ഛൻ മീനാക്ഷിക്ക് ഫോൺ ചെയ്യുന്നത്. അച്ഛന്റെ ഫോൺ കാണുമ്പോ മീനാക്ഷി വേഗം എടുത്ത്, എന്താ അച്ഛാ, എന്താ കാര്യം, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല മോളെ, ഇന്ന് ഞാൻ വലിയ സന്തോഷത്തിലാ. അതെന്താ അച്ഛാ ഇത്ര വലിയ സന്തോഷം? അത് എന്താണെന്ന് മോൾക്കറിയില്ലേ? ഞാന് എന്റെ മരുമകന് നല്ലൊരു ജോലി ഉണ്ടാവണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചതാ, അതിപ്പം നടക്കാൻ വേണ്ടി പോവല്ലേ. എന്താ അച്ഛാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അച്ഛൻ എന്താ പറയുന്നേ? ആകാശിന്
അധികം വൈകാതെ ജോലി കിട്ടാൻ വേണ്ടി പോവാ. അച്ഛാ, അതിന് അച്ഛൻ പറഞ്ഞ ജോലിക്ക് 10 ലക്ഷം രൂപ വേണമെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ റെഡിയായി. ആകാശ് തന്നെ ഇന്ന് കൊണ്ടുതന്നു. ഇത് കേട്ട് മീനാക്ഷി ഒന്നും ഞെട്ടുന്നുണ്ട്. എന്താച്ചാ, അച്ഛൻ എന്താ പറഞ്ഞേ? ആകാശ് കൊണ്ടുതന്നു എന്നോ? അല്ല, നിന്നോടൊന്നും പറഞ്ഞില്ലേ? അല്ല, പെട്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോ എനിക്ക് നല്ല ക്ലിയർ ആയി കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. ആ, ഇന്ന് ആകാശ് വന്നിരുന്നു. അവന് കാര്യങ്ങളെല്ലാം ചോദിച്ച് 10 ലക്ഷം രൂപ തന്നു. ആകാശിന്റെ മുഖത്തോട്ട് മീനാക്ഷി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. എന്നാലും തന്നോട് പറയാതെ എവിടുന്ന് ആകാശിന് ഇത്ര പൈസ എന്നായിരിക്കും മീനാക്ഷി കരുതുന്നത്. ശരി അച്ഛാ, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അച്ഛനെ തിരിച്ചങ്ങ് വിളിക്കാമെന്നും പറഞ്ഞ് മീനാക്ഷി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആകാശിന്റെ അടുത്തോട്ട് ദേഷ്യത്തിൽ ചെന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട്. എന്താ ആകാശേ, നിനക്ക് എവിടുന്നാ ഇത്രയും പൈസ കിട്ടിയത്? നീ എങ്ങനെയാ 10 ലക്ഷം രൂപ കൊണ്ടു കൊടുത്തത് എന്നൊക്കെ ചോദിക്കാം. ആകാശ് ഒന്നും ഞെട്ടുന്നുണ്ട്. നീ ഒന്ന് പതുക്കെ പറ. എന്തിനാ ഞാൻ പതുക്കെ പറയണ്ടേ? നീ എന്റെ അടുത്ത് പോലും പറയാതെ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത്രയും പൈസ കൊടുത്തിട്ടൊന്നും ജോലി മേടിക്കണ്ടായെന്ന്. എന്നിട്ട് എന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നേ എന്നൊക്കെ മീനാക്ഷി ദേഷ്യത്തിൽ ചോദിക്കുന്നു. ആകാശാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതെ, ഞാൻ കൊടുത്തു. എങ്ങനെ കൊടുത്തെന്ന് ആകാശേ നീ പറയുന്നേ? ഇത്രയും വലിയ തുക നിന്റെ കയ്യിലില്ല. നീ എവിടുന്ന് വാങ്ങിച്ചാ കൊടുത്തേ? ഞാന് അച്ഛൻ ബാങ്കിലിടാൻ തന്ന ആ അനുവിന് കാറ് വാങ്ങിക്കാനുള്ള 10 ലക്ഷം രൂപ അച്ഛനെ കൊണ്ട് കൊടുത്തു. മീനാക്ഷി അങ്ങ് ഞെട്ടുന്നുണ്ട്. നീ എന്താ ആകാശം ചെയ്തത്? അത് അച്ഛൻ നിന്നോട് ബാങ്കിലിടാൻ വേണ്ടി പറഞ്ഞു തന്ന പൈസയല്ലേ? നീ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? നീ പറഞ്ഞതാ അച്ഛൻ്റെ അടുത്ത് ആ 10 ലക്ഷം രൂപ എനിക്ക് ജോലിക്കായിട്ട് വേണമെന്ന് പറഞ്ഞാല് അച്ഛൻ തരുമോ? നീയൊന്ന് പറ. തരില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ ജോലി കിട്ടാൻ വേണ്ടി എന്റെ കയ്യിൽ ഇത്രയും വലിയ തുകയൊന്നുമില്ല. എന്റെ മുൻപിൽ വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ ആ പൈസ എടുത്ത് ഞാൻ കൊടുത്തത്, നിന്നോട് പോലും പറയാതെ. നീ എന്നോട് ക്ഷമിക്ക്. നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയോ? അച്ഛൻ നിന്നെ വിശ്വസിച്ചിട്ടാ നിന്റെ കയ്യിൽ ആ പൈസ തന്നത്. എന്നിട്ട് നീ ഇത്രയും വലിയ ചതി ചെയ്തെന്ന് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താങ്ങാൻ പോലും പറ്റില്ല. ഇപ്പൊ തന്നെ അനുവിന്റെ കാര്യത്തില് ഈ വീട്ടില് തീരാ ദുഃഖ. അതിപ്പോ ഒന്ന് കെട്ടാറിയിട്ട് പോലുമില്ല. അതിനു മുൻപേ ഇക്കാര്യം കൂടെ അറിഞ്ഞാല് അത് സഹിക്കില്ല. മക്കളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞ ഏത് അച്ഛനമ്മമാരാ ക്ഷമിക്ക? നീ തന്നെ പറ. നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഞാൻ പറയും. ഇപ്പൊ തന്നെ സത്യങ്ങളെല്ലാം അച്ഛനോട് ചെന്ന് പറയേ. നീ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ പറഞ്ഞാല് അത് ശരിയാവില്ല. ജോലി കിട്ടിക്കഴിഞ്ഞ് പൈസ ഞാൻ തിരികെ കൊടുത്തോളാം. അതിനു മുൻപ് എന്തെങ്കിലും ആവശ്യം വന്ന് പൈസ ചോദിച്ചാല് നീ എന്ത് പറയാനാ? ഇപ്പൊ ഒരു ആവശ്യം വരില്ല, ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നേ. അതുകൊണ്ട് നീ ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് ഒന്നും പറയണ്ട. ഞാൻ പറയും. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഞാൻ ഇക്കാര്യം പറയും. അങ്ങനെ മീനാക്ഷിയുടെ കാല് പിടിക്കുന്ന രീതിയിൽ ആകാശ് പറയുമ്പോൾ മീനാക്ഷി അപ്പൊ ഒന്ന് ക്ഷമിക്കുന്നുണ്ട്. പക്ഷെ സമയം കിട്ടുമ്പോൾ ഞാൻ നല്ലൊരു സാഹചര്യത്തില് അച്ഛനോടും അമ്മയോടും ഇക്കാര്യം പറഞ്ഞിരിക്കുമെന്ന് മീനാക്ഷി പറയുന്നു. അതിനുശേഷം മീനാക്ഷിയും ആകാശും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ഇരിക്കുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് അനുവിനെ ആയിരിക്കും. അനു അലോഹമായിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക എന്നാണ് മറ്റുള്ളവരെ കണ്ണില്. എന്നാ നടന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. അലോഹ് ചതിച്ച് അനുവിനെ സ്നേഹിച്ചതാ. അനുവിനെ തട്ടിക്കൊണ്ടുപോയി മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരിയായി ചിത്രീകരിക്കാനാണ് അലോഹ് ശ്രമിച്ചത്. എന്നാ അതിനൊന്നും അനുവിനെ കിട്ടിയില്ല. അവിടെ ഇരിക്കുന്ന താലി സ്വയം കഴുത്തിൽ കെട്ടിയാണ് അലോഹ് കെട്ടിയ താലിയാണെന്നും പറഞ്ഞ് മുൻപിൽ വന്നു നിന്നത്. ഇത്രയും മോശക്കാരിയായിട്ട് ആ കല്യാണത്തിന് വന്നവരെ മുൻപിലെല്ലാം ചിത്രീകരിച്ച് ഇനി തനിക്കൊരു ഭാവി ഇല്ല എന്നും തന്റെ ഭാവി ഓർത്ത് അച്ഛനും അമ്മയും കൂടുതൽ സങ്കടപ്പെടുമെന്ന് ഓർത്താണ് നമ്മുടെ അനു ഇങ്ങനൊരു തീരുമാനം എടുത്തത്. സഹിച്ചുകൊണ്ടും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും അവിടെ താമസിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ഇരിക്കാണ് അലോഹ് അനുവിന്റെ കഴുത്തിൽ കയറി അങ്ങ് പിടിക്കുന്നത്. നീ എന്താടി കരുതിയത്? എന്നെ എപ്പോഴും നിന്റെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ നിർത്തായെന്നോ? നീ ഇന്നലെ എന്റെ തലയില് സാമ്പാർ ഒഴിച്ചില്ലേ? അപ്പൊ ഞാൻ മിണ്ടാതെ നിന്ന് എന്താണെന്നറിയോ? വല്യച്ഛനും അച്ഛമ്മയും എന്റെ അമ്മയും വല്യമ്മയൊക്കെ നോക്കി നിൽക്കുന്നോണ്ട് മാത്ര. അല്ല, അതല്ലാന്നുണ്ടെങ്കില് നിന്റെ കാര്യത്തില് ഞാൻ അപ്പോഴേ തീരുമാനമാക്കിയേനെ. നീ ഒന്ന് പോടാ. നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കഴുത്തില് മുറുകെ പിടിക്കുന്നുണ്ട്. സഹിക്കാനാവാതെ അനു പ്രതികരിക്കുന്നുണ്ട്. കൈയങ്ങ് തിരിച്ചു വളച്ച് അത് നേരെ അലോഹിന്റെ കഴുത്തിലങ്ങ് കുടുക്കി പിടിക്കുന്നുണ്ട്. അതോടുകൂടി അലോഹിന് ആകെ ശ്വാസം മുട്ടുന്നു. ഉറക്കെ കാറി വിളിക്കുന്നുണ്ട്. ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും ഓടി വരുന്നു. അനു പറയുന്നുണ്ട്, എന്താണ് നീ കരുതിയേ? നിനക്ക് മാത്രമേ ഉപദ്രവിക്കാൻ പറ്റുമെന്നോ? എനിക്കും അറിയാം എന്താ ചെയ്യണ്ടേന്ന്. ഞാനിതങ്ങ് മുറുക്കിയാലുണ്ടല്ലോ ആ സ്പോട്ടില് നീ അങ്ങ് തീരും. അതിനുള്ളൊരു അവസരം നീ ഉണ്ടാക്കാതിരിക്കുന്ന നല്ലത്. അപ്പോഴേക്കും കഥകിൽ എല്ലാവരും വന്ന് തട്ടുന്നുണ്ട്. അങ്ങനെ ഡോറ് വന്ന് തുറക്കുമ്പോ പെട്ടെന്ന് അനു പറയുന്നുണ്ട്,
അമ്മമ്മേ, ഇവൻ എന്നെ കഴുത്ത് കയറി പിടിച്ചു. എന്നെ കൊല്ലാൻ നോക്കി. എന്റെ കഴുത്ത് മുറുകെ പിടിക്കുമായിരുന്നു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ ഇവൻ കൊന്നേനെ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. എന്താടാ നീ എന്തൊക്കെയാടാ കാണിക്കുന്നേ? എന്തിനാ നീ മോളെ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്നവളാ ഇവള്. ഇവളെ നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നേ എന്നാ അമ്മയും അതുപോലെ വല്യമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാ അലോഹിനെയല്ലേ കയറി പിടിച്ച് കഴുത്ത് മുറുക്കിയത്? അമ്മേ, അതൊന്നും അല്ല. ഇവള് പറയുന്നൊക്കെ കള്ള. നീ ഇനി ഒന്നും പറയണ്ട. നിന്റെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് അലോഹിന്റെ അച്ഛൻ അച്യുതൻ ചോദിക്കുന്നുണ്ട്. നിന്റെ കഴുത്ത് കയറി പിടിച്ചു എന്നല്ലേ പറഞ്ഞത്? പക്ഷെ അവനാണല്ലോ കഴുത്തില് കൈ വെച്ച് നിൽക്കുന്നേ. അങ്ങനെ ചോദിക്കച്ച. ഇവള് മതി, നീ ഒന്നും പറയണ്ട അച്ഛമ്മേ. ഇവൻ ഇവൻ എന്നെ വെറുതെ വിടില്ല. എന്തെങ്കിലും പറഞ്ഞോ രണ്ടാമത്തേന് ഇവൻ കഴുത്ത് കയറി പിടിക്കും. പറയാൻ പറ്റില്ല. രാത്രിയില് ചിലപ്പോ തലയിണമർത്തി ഇവൻ എന്നെ കൊല്ലാനും മടിക്കില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നീ വെറുതെ ചുമ്മാ അതൊന്നും പറയല്ലേ. അത് അച്ഛമ്മയ്ക്ക് അറിയാത്ത കാരണ. ഇവൻ അങ്ങനെ തന്നെ. ഇവന്റെ കൂടെ ഞാൻ സ്നേഹിച്ചു വന്നതല്ലേ. എന്നിട്ട് പോലും ഇവൻ എന്നോടൊരു സ്നേഹവുമില്ല എന്നൊക്കെ അനു ഇങ്ങനെ പറയുന്നുണ്ട്. നീ സങ്കടപ്പെടാതിരിക്കെ. എടാ, ഇനി മേലാല് ഇവൾ എന്തെങ്കിലും ചെയ്തെന്നറിഞ്ഞാല് നിന്നെ ഞാനുണ്ടല്ലോ എന്ന് അച്ഛമ്മ പറഞ്ഞ് അനുവിനെ കൂട്ടി പോകുന്നുണ്ട്. ഇന്ന് മോൾ എന്റെ കൂടെ കിടന്നാ മതി എന്നും പറഞ്ഞ് അനുവിനെ കൊണ്ടുപോകുന്നു. അനന്തം പറയുന്നുണ്ട്, ഇവൻ എന്താ ഇങ്ങനെ? എടാ അച്യുത, ഇവനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇനി ആ പെൺകുട്ടിയുടെ കണ്ണീര് ഈ വീട്ടിൽ വീണാല് ഇവനെ ഈ വീട്ടിൽ നിന്ന് ഞാനങ്ങ് പുറത്താക്കും എന്നൊക്കെ അനന്തം പറയുന്നു. ശരിയേട്ടാ, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. എല്ലാവരും പോയതിനു ശേഷം അച്ഛൻ അലോഹിന്റെ അടുത്ത് പറയുന്നുണ്ട്. നീ എന്താടേ ഇങ്ങനെ? ഒരു കാര്യം പോലും മറ്റുള്ളവരെ അറിയിക്കാതെ ചെയ്യാൻ പറ്റില്ല അല്ലേ? എന്നിട്ട് നിന്ന് എല്ലാവരുടെ മുമ്പിലും നാണം കെട്ട് തല കുണിച്ചു നിൽക്കാം. നാണം ഇല്ലാത്തവൻ എന്നും പറഞ്ഞ് അച്യുതനും അവിടെ നിന്ന് പോകുന്നു. ഇതോടുകൂടി അലോഹിന് അനുവിന്റെ അടുത്ത് കൂടുതൽ ദേഷ്യാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് റിസൾട്ട് വരുന്നത്. മിത്രയുടെയും ആര്യന്റെയും അനുവിന്റെയും. അങ്ങനെ ആകെ ടെൻഷനിലാണ് മിത്ര നിൽക്കുന്നത്. ആര്യനാണെങ്കിൽ അതിലേറെ ടെൻഷനായിരിക്കും. ഉറങ്ങാനാവാതെ തലേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം റിസൾട്ടിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഈ സമയത്ത് മീനു സത്യങ്ങളെല്ലാം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാനായിട്ട് വരുന്നുണ്ട്. ആ 10 ലക്ഷം രൂപ ആകാശ് എടുത്തു എന്നുള്ള ആ സത്യം. ഈ സമയത്ത് ആകാശ് ആകെ ടെൻഷനിലായിരിക്കും. പറയല്ലേ എന്നൊക്കെ മീനുവിനോട് പറയുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഇത് പറയൂ എന്ന് തന്നെയാണ് മീനാക്ഷി ആകാശിന് മറുപടി കൊടുക്കുന്നത്. ആകാശും മീനാക്ഷിയും വന്നു നിൽക്കുന്നു. മിത്രയും ആര്യനും എല്ലാവരും ഉണ്ടായിരിക്കും. എന്നാ ദേവി മാത്രം ഉണ്ടായിരിക്കില്ല കേട്ടോ. ദേവിയുടെ വീട്ടിലാണ്. പഠിച്ചിട്ടില്ല, +2 വരെയേ പഠിച്ചിട്ടുള്ളൂ എന്നുള്ള സത്യം ആനന്ദ് തിരിച്ചറിഞ്ഞതോടുകൂടി ആരോടും പറയാതെ ദേവിയെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. സത്യങ്ങളെല്ലാം ഈ തിരക്കിനിടയിൽ പറഞ്ഞാല് അച്ഛനും അമ്മയ്ക്കും വലിയ സങ്കടാവും എന്നുള്ളത് കൊണ്ടാണ് ദേവിയുടെ അക്കാര്യം ആരോടും പറയാത്തത്. അങ്ങനെ മീനാക്ഷി ഒരു കാര്യം പറയാനുണ്ടെന്ന് ബാലന്റെ അടുത്ത് പറയുന്നു. പറ മോളെ, എന്താ കാര്യമെന്ന് ബാലൻ ചോദിക്കുന്നുണ്ട്. ആ നേരത്താണ് പെട്ടെന്ന് നമ്മുടെ മിത്ര റിസൾട്ട് വന്നു എന്ന് ഉറക്കെ വിളിക്കുന്നത്. ആ സമയത്ത് ആകാശിനൊരു സമാധാനാവുന്നുണ്ട്. ആണോ മിത്രേ, റിസൾട്ട് വന്നോ? എന്താ മാർക്ക് എങ്ങനെയാ എന്നൊക്കെ ആകാശ് ചോദിക്കുക. ആകാശിന്റെ മുഖത്തോട്ട് ദേഷ്യത്തില് മീനാക്ഷി ഇങ്ങനെ നോക്കുന്നു. അത് ഞാന് എല്ലാ വിഷയത്തിലും പാസ്സായി, നല്ല മാർക്കും ഉണ്ട് എന്ന് നമ്മുടെ മിത്ര പറയുന്നു. ഇത് കേട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ഈ സമയത്ത് ഗോമതി ചോദിക്കുന്നുണ്ട് ആര്യന്റെ അടുത്ത്, ആര്യ, നിന്റെ റിസൾട്ട് വന്നോ? പറ, ഇവളൊക്കെ കൂടുതലാണോ ഇവളൊക്കെ കുറവാണോ മാർക്ക്? പറ ആര്യ എന്നൊക്കെ ചോദിക്കാം. ഇത് കേട്ട് ബാലൻ പറയുന്നുണ്ട്, അവന്റെ മാർക്ക് നീ ഒന്നും മിണ്ടാതിരുന്നേ. അവൻ എവിടെ മാർക്ക് ഉണ്ടാവാനാ? ദേ ബാലേട്ട, അങ്ങനെയൊന്നും പറയല്ലേ. അവന് നല്ല മാർക്കുണ്ടായിരിക്കും. എന്നാ നീ അവനോട് തന്നെ ചോദിക്ക് എന്ന് ബാലൻ പറയുന്നുണ്ട്. അങ്ങനെ ആര്യന്റെ അടുത്ത് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നുണ്ട്, പറ ആര്യ, എത്രയും മാർക്ക്? നീ എല്ലാ വിഷയത്തിലും പാസ്സായില്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോഴാണ് ആര്യൻ ആ സത്യം പറയുന്നത്. 4 വിഷയത്തിൽ ഞാൻ പൊട്ടിയെന്ന്. ഇത് കേട്ട് എല്ലാവർക്കും ഒരു ഷോക്കായിരിക്കും. അച്ഛൻ പറയുന്നുണ്ട്, ബാലൻ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, പകല് പഠിക്കാൻ പോകുന്നു, രാത്രി ജോലിക്ക് പോകുന്നു. പിന്നെ എവിടെയാ ഇവന് പഠിക്കാൻ സമയം? 11 മണി 12 മണിക്കാ കയറി വരിക. അപ്പൊ തന്നെ കിടന്നുറങ്ങും. അങ്ങനെയുള്ള ആള് എങ്ങനെയാ പരീക്ഷയ്ക്ക് പാസ്സാവുക? ഇപ്പൊ എങ്ങനെയുണ്ട്? മറ്റുള്ളവര് എന്തെങ്കിലും പറഞ്ഞ ഇവരാരെങ്കിലും എടുക്കോ? ഇപ്പോ സമാധാനായല്ലോ. ഓ, നീയല്ലേ പറഞ്ഞത് ഇവളെയൊക്കെ കൂടുതൽ മാർക്ക് കാണുമെന്നൊക്കെ. എന്നിട്ട് എന്തായിപ്പോ എന്നൊക്കെ ഗോമതിയോട് ചോദിക്കുന്നുണ്ട്. ദേഷ്യത്തില് ബാലൻ അവിടെ നിന്ന് പോകുന്നു. ആര്യനാണെങ്കില് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ആ ഇത്രയേ ഉള്ളൂ. ഞാൻ കരുതി 2 ദിവസം നിർത്തി എന്നെ ചീത്ത പറയുമെന്ന്. ഇത്രയല്ലേ ഉണ്ടായുള്ളൂ.
എന്നിങ്ങനെ മനസ്സ് പറയുന്നു. എന്നാ മിത്രയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. നാളത്തെ എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ. നമ്മുടെ ദേവി പ്രഗ്നന്റ് ആവുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ.